Dear students, welcome to English class. So this is the last part of active passive voice. 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് എടുക്കുന്ന ക്ലാസ് സകർമ്മക ക്രിയ അകർമ്മക ക്രിയ ആ ക്രിയകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അകർമ്മക ക്രിയയെ ഒഴിവാക്കിക്കൊണ്ട് ആ ക്രിയ എന്താണെന്ന് നാം പഠിച്ചിട്ടില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. എന്താണ് ട്രാൻസിറ്റീവ് വെർബാണ് സകർമ്മക ക്രിയ. അതാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത്. ഇൻട്രാൻസിറ്റീവ് വെർബാണ് അകർമ്മക ക്രിയ. അകർമ്മക ക്രിയ കർമ്മമില്ലാത്തത്, ഒബ്ജക്റ്റ് ഇല്ലാത്തത്. ഇവിടെ നമുക്കിതിന് ഉപയോഗം അതിനപ്പുറം റെഗുലർ വെർബിൻ്റെയും ഇറഗുലർ വെർബിൻ്റെയും രീതിയാണ്. അതുകൊണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് ഇന്നെടുക്കുന്ന ക്ലാസ് 8, 9, 10 ആക്റ്റീവ് പാസീവ് വോയിസ് പാർട്ട് 4 റെഗുലർ വെർബ്സിൻ്റെ ബേസിൽ വരുന്നത്. ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ഐ റൈറ്റ് എക്സാം അല്ലെ സ്റ്റോറി. ഞാൻ ഇന്ന് എക്സാം പറയുന്നു. ഐ റൈറ്റ് എക്സാം, എക്സാം ഈസ് റിട്ടൺ ബൈ മീ. ഐ ആം റൈറ്റിംഗ് എക്സാം, എക്സാം ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഐ വിൽ റൈറ്റ് എക്സാം, എക്സാം വിൽ ബി റിട്ടൺ ബൈ മീ. ഇന്ന് നമ്മൾ നോക്കുന്നത് റെഗുലർ വെർബാണ്. അതിന് വരുന്ന മാറ്റങ്ങൾ മാഷ് പറഞ്ഞതാണ്. ഒരു ക്രിയയുടെ പ്രസന്റിന്റെ V1ന്റെ പാസ്റ്റ് വെർബ് ടു ഈഡിലുവായിരിക്കും. കുക്ക്, കുക്ക്ഡ്, പാകം ചെയ്തു. മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഈട് തന്നെയായിരിക്കും, വീണ്ടും കുക്ക്ഡ്. പക്ഷെ അർത്ഥം മാറും, അതിന്റെ അർത്ഥതലം മാറും. പാകം ചെയ്യുന്നു, ഇതാണ് കുക്ക്. പാകം ചെയ്തു, ഇതാണ് കുക്ക്ഡ്. പാകം ചെയ്യപ്പെട്ടു, ഇതാണ് V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ V1 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, കുക്ക് പാകം ചെയ്യുന്നു. രണ്ടാമത് അത് വാക്ക് മാറ്റി എഴുതി. പ്രിപ്പയർ പാകം ചെയ്യുന്നു, തയ്യാറെടുക്കുന്നു, ഒരുങ്ങുന്നു, ഇതൊക്കെ തന്നെ. ഐ പ്രിപ്പയർ ഫോർ ദ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു. ഹി പ്രിപ്പയേഴ്സ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആൾ ഭക്ഷണം ഒരുക്കുന്നു. കണ്ടോ? പ്രിപ്പയർ, പ്രിപ്പയേർഡ്, പ്രിപ്പയേർഡ്. ഒരുങ്ങുന്നു, ഒരുക്കി, ഒരുക്കപ്പെട്ടു. വർക്ക് ജോലി ചെയ്യുന്നു, വർക്ക്ഡ് ജോലി ചെയ്തു, വർക്ക്ഡ് ജോലി ചെയ്യപ്പെട്ടു. പ്ലേ കളിക്കുന്നു, പ്ലേഡ് കളിച്ചു, പ്ലേഡ് കളിക്കപ്പെട്ടു. ക്ലൈംബ് കയറുന്നു, ക്ലൈംബ്ഡ് കയറി, ക്ലൈംബ്ഡ് കയറപ്പെട്ടു. നാലാമത്തെ രൂപം മാഷ് എഴുതിയിട്ടില്ല, നോക്കൂ. പ്ലേ കളിക്കുന്നു, പ്ലേഡ് കളിച്ചു, പ്ലേഡ് കളിക്കപ്പെട്ടു. നാലാമത്തത് പ്ലേയിങ്, കണ്ടോ? കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രസന്റ് PRESENT. ഇത് പാസ്റ്റ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഭൂതകാലത്തിന്റെയും ഭൂതകാല രൂപം. ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇതിന്റെ പാർട്ടിസിപ്പിൾ ഉണ്ട്. ഇതിനോടാണ് പ്ലേനോടായി ING ചേർക്കുന്നത്. ഇതിന്റെ പേരാണ് മക്കളെ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ 4 തരത്തിലുള്ള ക്രിയാരൂപങ്ങളായി. V1, V2, V3, V4. പക്ഷെ മാഷ് വീണ്ടും പറയുന്നു ബുക്കിൽ 3 എഴുതി വെക്കുള്ളൂ. ആ 4 ചേർത്ത് പഠിപ്പിക്കുന്ന രീതി ഇപ്പോഴിതിലേക്ക് രൂപപ്പെടുത്തിയതാണ്. പ്രസന്റ് V1 പ്ലേ, പാസ്റ്റ് V2 പ്ലേറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്ലേറ്റ് കളിക്കപ്പെട്ടു. പ്രസന്റ് പാർട്ടിസിപ്പിൾ, പ്ലേനോട് ING കൂടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, വർത്തമാനകാല തുടർച്ചാരൂപം, അതാണ് പ്ലേയിങ്. അപ്പം പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേയിങ്. ആ മെത്തേഡ് മനസ്സിലാക്കി വെച്ചാൽ കഴിഞ്ഞു.
ഇനി നമുക്ക് റെഗുലർ വെർബിന്റെ പ്രസന്റിന്റെ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്തിനാ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഐയും വിയും യുവും അതേപോലെ ദേയും വരുന്ന ഡു ഫോമാ പഠിച്ചത്. അവർക്ക് ഒരേ മാതിരിയാണ്. എന്നാൽ ഹി ഷീ ഇറ്റ് വേറെയാണ്. അതാണ് ഇന്ന് നമുക്ക് ആ വാക്ക് കൊടുക്കുന്നത്. എന്നാൽ വെർബും മാറ്റി റെഗുലർ വെർബും ആക്കുന്നത്. കണ്ടോ? ഹി കുക്സ് ഫുഡ്. ഹി കുക്സ് ഫുഡ്. അവൻ ഭക്ഷണം പാകം ചെയ്യുന്നു. പ്രസന്റാണ്, ഡസ് ആണ്. കണ്ടോ? അതുകൊണ്ട് ഇവിടെ പ്രസന്റാണ്, ഈസ് ആണ്. ഈസ് കുക്ക്ഡ്. ഫുഡ് ഈസ് കുക്ക്ഡ് ബൈ ഹിം. ഭക്ഷണം അവനാൽ പാകം ചെയ്യപ്പെടുന്നു. ഫുഡ് ഈസ് കുക്ക്ഡ് ബൈ ഹിം. 2 കണ്ടിന്യൂസ് ആണ്. ഈസ് കുക്കിംഗ്. അതുകൊണ്ട് പാസീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈസ് കുക്കിംഗ് ഫുഡ്. അതുകൊണ്ട് ആ ഈസ് തന്നെ വന്നു. കണ്ടോ? പിന്നെ ഇന്നലെ പഠിച്ച മാതിരി വീണ്ടും വന്നു. കണ്ടോ? ബി. അതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവിന് 2 ബി രൂപങ്ങൾ ഉണ്ടാകും. വലിയ ക്ലാസ്സിലെത്തിയ വലിയ പരീക്ഷയ്ക്കെത്തിയ 2 ബി രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കി സെലക്ട് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പൊ ഇംഗ്ലീഷിൽ 2 ബി രൂപങ്ങൾ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് രൂപങ്ങൾ. കണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് രൂപങ്ങൾ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് രൂപത്തിൽ ഒരു ബി ഈസ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് രൂപത്തിൽ 2 ഉണ്ട്. ഈസും ഉണ്ട്, ബിയും ഉണ്ട്. ഓക്കെ. ഹി ഈസ് കുക്കിംഗ് ഫുഡ്. അദ്ദേഹം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം അദ്ദേഹത്താൽ പാകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫുഡ് ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ ഹിം. ബി പ്ലസ് V3. കണ്ടോ? ബി പ്ലസ് V3. ഇവിടെ തന്നെ ബി പ്ലസ് V3. ഇത് കണ്ടിന്യൂസിനെ കാണിക്കുന്ന ഈസാണ്. മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഹി ഹാസ് കുക്ക്ഡ് ഫുഡ്. ഹി ഹാസ് കുക്ക്ഡ് ഫുഡ്. പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോഴേ പാസീവ് എന്തായിരിക്കണം? പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കണം. കണ്ടോ? ഹാസ് ബീൻ കുക്ക്ഡ്. ആ ഹാസ് കുക്ക്ഡിന്റെ നടുക്ക് ഹാസ് എന്ന വാക്കിന് ശേഷം ഏത് ക്രിയ ആണെങ്കിലും V3 ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതുകൊണ്ട് ബിയുടെ രൂപമായ V3 ആയ ബീനിനെ ഉപയോഗിച്ചു. PSCക്കും UPSCക്കും മറ്റു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും വരുന്നത് അതാണ്. എങ്ങനെയാണ് അവിടെ ബീൻ വരുന്നത്? ഹാസിന് ശേഷം, ഹാവിന് ശേഷം, ഹാഡിന് ശേഷം ഹാസ് സീൻ, ഹാഡ് സീൻ, ഹാവ് സീൻ എന്ന് ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ, ഹാഡ് റിട്ടൺ എന്നിരുന്ന അതേ നിയമം ആർക്കും ബാധകമാണ്? ബിക്കും ബാധകമാണ്. അതുകൊണ്ട് ബിയുടെ V1 ആയ ആമോ ആറോ ഈസോ, ഇവിടെ ഹീക്ക് ഫുഡിന് ഈസാന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടോ? ബീന് ഉപയോഗിക്കാം. ബീന് ഹാസ് കഴിഞ്ഞിട്ട് ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോഴ് രണ്ടാമത്തെ ഹാസ് വോസ് എന്നോ ഹാസ് വേർ എന്നോ പറയാൻ പറ്റില്ല. എന്നാൽ ഹാസ് ബീൻ എന്ന് പറയാൻ പറ്റും എന്ന് മറ്റുള്ളവർ നമ്മെ പഠിപ്പിച്ച ചെറുകൊണ്ട് പറ്റും. അങ്ങനെയാണ് അവിടെ ബീൻ എന്ന രൂപം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? ഹാവിനും ഹാസിനും ഹാഡിനും ശേഷം, ഹാവിനും ഹാസിനും ഹാഡിനും ശേഷം ഏത് ക്രിയ മാത്രം? V3 മാത്രം. V3 ശ്രദ്ധിക്കണം. ഹാഡ്. യെസ്, ഹി ഹാസ് കുക്ക്ഡ് ഫുഡ്. എന്തുകൊണ്ടാണ് ഇവിടെ ബീന് വരുന്നത്? ആ ബീന് വരുന്നതിന്റെ അർത്ഥമാണ് അല്ലെങ്കിൽ രീതിയാണ് അത്. പരീക്ഷയ്ക്ക് ഏതരത്തിലാണ് UPSCക്കും PSC പരീക്ഷയ്ക്കും ഈ ബീൻ എന്നത് വരാനുള്ള കാരണം? അത് എഡിറ്റിങ്ങിന് ചോദിക്കും. അതുകൊണ്ടാണ് ആ വാക്ക് ഹാവ്, ഹാസ്, ഹാഡ് ആണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ഓക്സിലറി, ഈ ഓക്സിലറിക്ക് ശേഷം ഓൺലി ദി തേർഡ് ഫോം ഓഫ് എനി വേർബ്, അത് മറ്റൊരു ഓക്സിലറി ആയാൽ പോലും അത് ഈ ഹാസ് എന്ന ഓക്സിലറിക്ക് ശേഷം ആം എന്ന, ആർ എന്ന, ഈസ് എന്ന ഓക്സിലറി ആണെങ്കിൽ, അതാണല്ലോ ഇവിടെ വരുന്ന ബീനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നേരം ഹാസ് മെയിൻ വെർബായിട്ട് മാറുന്നു. ഹാസും ഹാവും ഹാഡും മെയിൻ വെർബായിട്ട് മാറുന്നു. ഹാസ് ബീൻ, അവിടെ ബീൻ
സഹായക്രിയ അല്ലാത്ത രൂപമായിട്ട് മാറുന്നു. ബിയും സഹായക്രിയയല്ല, ബീനും സഹായക്രിയല്ല. വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട രൂപമാണിത്. ബിയും സഹായക്രിയല്ല, ബീനും സഹായക്രിയല്ല, ബീയിങ്ങും സഹായക്രിയല്ല. പിന്നെ എന്താണ് അതിന്റെ സഹായക്രിയ? ആം, ആർ, ഈസ്, വോസ്, വേർ. ഈ 5 എണ്ണമേ ഉള്ളൂ സഹായക്രിയ ബിയിൽ. ഇതും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പരീക്ഷയ്ക്ക്. ബി സഹായക്രിയ അല്ല, എന്നാൽ ആമും ആറും ഈസും സഹായക്രിയാണ്, വോസും വേറും സഹായക്രിയാണ്. പക്ഷെ അവര് ബീനിനെ V3യെ സഹായക്രിയയായിട്ട് കൂട്ടിയിട്ടില്ല. കാരണം അവര് പറയുന്നു സഹായക്രിയയ്ക്ക് 3 രൂപങ്ങൾ ഉണ്ടാവില്ല, പ്രധാന ക്രിയയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോഴേ ആമും ആറും ഈസും മാത്രമേ, അതുപോലെ തന്നെ വോസും വേറും മാത്രമേ പ്രൈമറി വിഭാഗത്തിൽ പെടുന്നുള്ളൂ. ഡു, ഡസ്, ഡിഡ്. ആം, ആർ, ഈസ്, വോസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്. അതിൽ ബീനില്ലല്ലോ. അത് വളരെ ശ്രദ്ധിച്ചു വെക്കുക. Once again, he cooks food, food is cooked by him. He is cooking food, food is being cooked by him. He has cooked food, food has been cooked by him. നാലാമത്തത് ശ്രദ്ധിക്കുക. He has been cooking food. No change. എന്തുകൊണ്ട് കണ്ടോ? പാസീവ് വോയിസ് ആക്കാൻ ബീനെ ചേർത്തത്. പാസീവ് വോയിസ് ആക്കാൻ ബീനാണ് ചേർത്തത്. ആക്റ്റീവ് വോയിസിൽ തന്നെ ബീനുണ്ട്. അപ്പൊ ഇന്നലെ പഠിപ്പിച്ച തിയറിയാണ്, ആക്റ്റീവ് വോയിസ് തന്നെ ബീനുണ്ടെങ്കിൽ, ബീനുണ്ടെങ്കിൽ അത് പാസീവ് വോയിസ് ആക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ദിസ് ആക്റ്റീവ് ഇറ്റ്സെൽഫ് ആക്ട് ആസ് പാസീവ്. ഇതേ വാചകം തന്നെ പാസീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ആക്റ്റീവ് എന്നോ പാസീവ് എന്നോ പറയണ്ടാത്ത അല്ലെങ്കിൽ മാറ്റേണ്ടാത്ത രൂപത്തിലാണ്. കാരണം ദ പ്രസൻസ് ഓഫ് ബി ഓർ ബീൻ ഓർ ബീയിങ്. ഏതൊക്കെയാണ് വാക്കുകൾ? ദ പ്രസൻസ് ഓഫ്, നമ്മൾ നേരത്തെ പഠിച്ചു, ആമ്, ആറ്, ഈസ്, വോസ്, വേർ അല്ലാത്ത ബി രൂപങ്ങളിൽ ഏതെങ്കിലും ആക്റ്റീവ് രൂപത്തിൽ വന്നാൽ, ബി വന്നാൽ, ബീൻ വന്നാൽ, ബീയിങ് വന്നാൽ അതിനെ പാസീവാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇതാണ് ഇതിലെ ഒരു നിയമം. ഒന്നുകൂടി നോക്കിക്കോളൂ. ആക്റ്റീവ്, പാസീവ്, റെഗുലർ verbs. He cooks food. Passive, food is cooked by him. Second, he is cooking food, present continuous. Food is being cooked by him. Third, he has cooked food, food has been cooked by him. 4, present perfect continuous. He has been cooking food, no change. ഇപ്പോൾ നമ്മള് പാസ്റ്റ് രൂപമാണ് നോക്കുന്നത്. കണ്ടോ? കുക്ക്ഡ്. അതിന്റെ പാസീവ് B+B3 ആവുമ്പോൾ വാസ് കുക്ക്ഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് കുക്കിംഗ്. അതിന്റെ പാസീവ് വാസ് ബീയിങ് കുക്ക്ഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് കുക്ക്ഡ്. അതിന്റെ പാസീവ് ഹാഡ് ബീൻ കുക്ക്ഡ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഹാഡ് ബീൻ കുക്കിംഗ്, അത് നോ ചേഞ്ച്. ഇത് വെച്ചിട്ട് ഈ വാചകം നമ്മൾ നോക്കുന്നു. ഹി കുക്ക്ഡ് ഫുഡ്. അവൻ ഭക്ഷണം പാകം ചെയ്തു. ഫുഡ് വാസ് കുക്ക്ഡ് ബൈ ഹിം. ഭക്ഷണം അവനാൽ പാകം ചെയ്യപ്പെട്ടു. സിമ്പിൾ പാസ്റ്റിന് സിമ്പിൾ പാസ്റ്റിൽ തന്നെ പാസീവ്. ഹി വാസ് കുക്കിംഗ് ഫുഡ്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസില് was cooking, was being cooked, was being cooked. ബി അവിടെ എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അവിടെ എൻ്റർ ചെയ്തിട്ടത്. ഫുഡ് വാസ് ബീയിങ് കുക്ക്ഡ് ബൈ ഹിം. ഭക്ഷണം അവനാൽ പാകം ചെയ്യപ്പെടുകയായിരുന്നു. ഹി വാസ് കുക്കിംഗ് ഫുഡ്. മൂന്നാമത്തേത് പ്രസന്റ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹി ഹാഡ് കുക്ക്ഡ് ഫുഡ്. ഹി ഹാഡ് കുക്ക്ഡ് ഫുഡ്. പാസ്റ്റ് എന്തു? ആ രൂപത്തിലേക്ക് വെക്കുമ്പോൾ ഹാഡ് കുക്ക്ഡ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് ഹാഡ് ബീൻ കുക്ക്ഡ്. അപ്പോൾ ഹി ഹാഡ് കുക്ക്ഡ് ഫുഡിന് ഫുഡ് ഹാഡ് ബീൻ കുക്ക്ഡ് ബൈ ഹിം. ആൻഡ് ലാസ്റ്റ് വൺ ഹി ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ്. കേട്ടോ? ഹാഡ് ബീൻ കുക്കിംഗ് ഫുഡ്. ബീൻ വന്നു, ബീൻ വന്നു, അതുകൊണ്ട് നോ ചേഞ്ച്, മാറ്റില്ല, മാറ്റം അല്ല കാര്യം. ആക്റ്റീവ് വോയിസിൽ ബീൻ വന്നു. വൺസ് അഗെയിൻ ഹി കുക്ക്ഡ് ഫുഡ്. ഫുഡ് വാസ് കുക്ക്ഡ് ബൈ ഹിം. He was cooking food. Food was being cooked by him. He had cooked food. Food had been cooked by him. And he had been cooking food. No change.
Then it is future tense. Simple future-ന് സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് പാസീവ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. ഫ്യൂച്ചർ പെർഫെക്റ്റിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിട്ട് പാസീവ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഇല്ല. അപ്പോഴ് ഫ്യൂച്ചറിൽ രണ്ട് തലങ്ങളിലില്ല, കണ്ടിന്യൂസിനും പെർഫെക്റ്റ് കണ്ടിന്യൂസിനും. നോക്കാം. വിൽ കുക്ക് എന്ന് ഇവിടെ വരും. വിൽ ബി കുക്ക്ഡ്. അപ്പം ബി പ്ലസ് ബി 3 പാസീവ്. വിൽ ബി കുക്കിങ്ങിൽ ആക്റ്റീവ് വോയിസിൽ തന്നെ ബി വന്നു. അതുകൊണ്ടാണ് നോ ചേഞ്ച്. നോക്കൂ, ഹി വിൽ കുക്ക് ഫുഡ്. ഫുഡ് വിൽ ബി കുക്ക്ഡ് ബൈ ഹിം. അപ്പൊ ഇവിടെ പാസീവ് ആക്കുമ്പോൾ ബി ചേർത്തു. ബി ചേർത്താൽ പാസീവ് ആവും. പാസീവ് ആക്കണമെങ്കിൽ ബി ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവിൽ തന്നെ ബി വന്നല്ലോ. കണ്ടോ? ഹി വിൽ ബി. അവിടെയാണ് ആ തിയറമാണ്, അവിടെ ബിയുടെ സാന്നിധ്യമാണ്, അതിന് മാറ്റമില്ല എന്ന് പറയുന്നത്. കാരണം ഹി വിൽ കുക്ക് എന്ന ആക്റ്റീവിനെ പാസീവ് ആക്കുമ്പോൾ ഫുഡ് വിൽ ബി എന്ന പാസീവ് സ്റ്റൈൽ ഫോം ചേർത്തിട്ടാണ് ബി ചേർത്തിട്ടാണ് പാസീവ് ആക്കുന്നത്. അഥവാ അത് ആക്റ്റീവിൽ തന്നെ വന്നാലോ, ഹി വിൽ ബി കുക്കിംഗ്, അതാണ് ആക്റ്റീവ് വോയിസ്. അത് പാസീവിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പരീക്ഷയ്ക്ക് ചോദിക്കും. സാധാരണത്തിൽ മത്സര പരീക്ഷകൾ ചോദിക്കും. അതിന്റെ ABCD ഇട്ട് തരും. അങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കും. നമ്മൾ അത് ഒരു ക്ലോസ് കാണാൻ നോ ചേഞ്ച് എന്ന്, അതാണ് എഴുതേണ്ടത്. നോ ചേഞ്ച്. വൈ? ബിക്കോസ് ബി ഇൻ ആക്റ്റീവ്. ബി ഇൻ ആക്റ്റീവ്. ആക്റ്റീവിൽ ബി ഉള്ളത് കൊണ്ട് അത് പാസീവിൽ ബി അല്ല, പാസീവ് ആക്കേണ്ട. കാരണം ആക്റ്റീവിന്റെ സ്വഭാവത്തിൽ അല്ല, ആക്റ്റീവിന്റെ രൂപത്തിലാണെങ്കിലും പാസീവിന്റെ സ്വഭാവത്തിലാണ്. മൂന്നാമത്താണ് ഹി വിൽ ഹാവ് കുക്ക്ഡ് ഫുഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. വിൽ ഹാവ് കുക്ക്ഡ്. അപ്പോഴെന്തേക്കും വിൽ ഹാവ് ബീൻ. വിൽ ഹാവ് ബീൻ. ഹി ആയിട്ടും വിൽ ആണ് ചേർക്കുന്നത്. വിൽ ആണ് ചേർക്കുന്നതിനെ കൊണ്ടാണ് ഹാവ് വരുന്നത്. ഹി ആയതുകൊണ്ട് ഫ്യൂച്ചർ ആക്കണം ഹി വിൽ. ഈശാലും നല്ല മൃഗർക്ക് ഹി വിൽ എന്നാണ്. ഹി വിൽ. ആ വില്ലിന് ശേഷം ഹാവ് വന്നു. ഹാവിന് ശേഷം കഴിഞ്ഞ ആ ടെൻസിൽ പഠിച്ചു നമ്മൾ. ഹാവിന് ശേഷം ബീൻ വരുന്നു. അപ്പോൾ മാഷ് സൂചിപ്പിച്ചു എവിടെയാണ് ബീൻ വരുന്നത്. പാസീവ് വോയിസിന്റെ പെർഫെക്റ്റ് രൂപത്തിലൊക്കെ ഹാവ് ബീൻ കുക്ക്ഡ്, ഹാഡ് ബീൻ കുക്ക്ഡ്, വിൽ ഹാവ് ബീൻ കുക്ക്ഡ്. പിന്നെ എല്ലാ കണ്ടിന്യൂസിലും ഏത് കണ്ടിന്യൂസ്? ലാസ്റ്റിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാവ് ബീൻ കുക്കിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാഡ് ബീൻ കുക്കിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വിൽ ഹാവ് ബീൻ കുക്കിംഗ്. ഇവിടെ ഹി വിൽ ഹാവ് ബീൻ കുക്കിംഗ്. നോ ചേഞ്ച്. എന്തുകൊണ്ട്? ഹാവ് ബീൻ ഉണ്ട്, അതുകൊണ്ട് മാറ്റമില്ല. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ബുദ്ധിമുട്ടുണ്ട്, എളുപ്പമാണ്. രണ്ടെണ്ണമേ ഉള്ളൂ എന്നതുകൊണ്ട് എളുപ്പമാണ്. രണ്ടെണ്ണം മറ്റേത് മാറ്റമില്ലാത്തത് ഏതെന്ന് കണ്ടുവെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വൺസ് അഗൈൻ ഹി വിൽ കുക്ക് ഫുഡ്. ആക്റ്റീവ് വോയിസ്. ഫുഡ് വിൽ ബി കുക്ക്ഡ് ബൈ ഹിം. പാസീവ് വോയിസ്. ഹി വിൽ ബി കുക്കിംഗ്. ആക്റ്റീവ് വോയിസ്. നോ ചേഞ്ച്. നോ ചേഞ്ച്. ബിക്കോസ് ഹി വിൽ ബി കുക്കിംഗിൽ ബി ഉണ്ട്, അതുകൊണ്ട് ബി ഇൻ ആക്റ്റീവ് ഉള്ളത് കൊണ്ട് നോ ചേഞ്ച്. He will have cooked food. Food will have been cooked by him. അപ്പം will have cooked in the passive voice will have been cooked. Last he will have been cooking food. അത് മാറ്റമില്ല, കാരണം ബീൻ എന്ന രൂപം ആക്റ്റീവിൽ വന്നു. So now we have discussed all the sides of active passive voice. ഇനി എക്സാമ്പിൾ മാത്രമാണ്, കറക്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഞാൻ വർക്കായിട്ട് 10 വാചകം അടുത്ത ദിവസത്തേക്ക് വിടും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചയക്കുക. സിമ്പിൾ ആയിട്ടുള്ള രൂപങ്ങൾ തരും. 10 വാചകം പാസീവ് ആക്കാൻ തരും. ആ വാചകങ്ങളെ പാസീവ് ആക്കിയിട്ട് തിരിച്ച് അയച്ചു തരിക. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ് അതായിരിക്കും എല്ലാ കുട്ടികൾക്കും. അതായത് 10 വാചകങ്ങൾ പാസീവ് ആക്കാൻ അയച്ചു തരും. അത് ചെയ്തു നോക്കുക. എന്നിട്ട് ഭാഷ അതിന്റെ ഉത്തരം അതേ ഇതിൽ തന്നെ ആ റെഫറൻസിന് ശേഷം വിട്ടുതരും. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ആക്റ്റീവ് പാസീവ് അവിടെ 4 ക്ലാസ്സിനെ കൊണ്ട് ക്ലോസ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്ന പാഠഭാഗം കഴിഞ്ഞിട്ട് 8 ആണെങ്കിലും 9 ആണെങ്കിലും 10 ആണെങ്കിലും പരീക്ഷ കഴിഞ്ഞ് അടുത്ത ആഴ്ച
ഡയറക്റ്റ് ഇൻഡയറക്റ്റിന്റെ ബേസിക്സ് അത് ഇതുമാതിരി തന്നെ 4 5 ക്ലാസ്സിലേക്ക് വേണ്ടി വരും. ഓരോന്ന് എടുത്തിട്ട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് മാറ്റണം, ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് മാറ്റണം, ഇമ്പാരറ്റീവ് എടുത്തിട്ട് മാറ്റി പഠിക്കണം, ആൻഡ് എക്സ്ക്ലമേറ്റർ എടുത്തിട്ട് മാറ്റി പഠിക്കണം. അങ്ങനെ അത് 4 ദിവസം അത് തന്നെയുണ്ട്. അതിന്റെ തിയറി ഒരു ദിവസവും. അങ്ങനെ 5 ദിവസത്തെ ക്ലാസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ബേസിക്സ് നിങ്ങൾക്കാവും. നിങ്ങൾ ഇത്തരം വാക്കുകൾ പ്രത്യേകിച്ചും റെഗുലറെന്നും ഇറഗുലറെന്നും ട്രാൻസിറ്റീവ് എന്നും ഇൻട്രാൻസിറ്റീവ് എന്നും പ്രൈമറി എന്നും മോഡൽ എന്നും ഈ വാക്കിന്റെ ബീരുവങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഏകദേശം പതിഞ്ഞു കിട്ടും. ആൻഡ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ്. താങ്ക് യു.